നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ആൻ അൽഗോരിതം സ്യൂഡോ കോഡ് ഫോർ BFS ട്രാവേഴ്സൽ പെർഫോം ട്രാവേഴ്സൽ ഓൺ എ ഗിവൻ ഗ്രാഫ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഡാറ്റ സ്ട്രക്ചർ. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രാവേഴ്സൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാർട്ട് വേർട്ടെക്സ് കണ്ടുപിടിക്കും. ആ സ്റ്റാർട്ട് വേർട്ടെക്സിന് ഒരു ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ആ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യും. അതിനെ DQ ചെയ്യും, എന്നിട്ട് വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് അതിന് നൈബറിംഗ് ആയിട്ട് ഏതാണോ വേർട്ടെക്സ് ഉള്ളത് ആ വേർട്ടെക്സിന് എന്ത് ചെയ്യും, എഗെയിൻ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം ക്യൂലുണ്ടാവും അത്. അതിനുശേഷം എന്ത് ചെയ്യും, ആ ക്യൂവിൽ നിന്ന് അതിനെ DQ ചെയ്തിട്ട് അതിനെ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യും. നെക്സ്റ്റ് അതിന് നൈബർ ആയിട്ടുള്ള ഇതുകൊണ്ടോ നോക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പ്രോഗ്രാം പോവാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 12, 5, 23, 3, 25. ബ്രെഡ് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ബൈ ലെവലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രെഡ് ഫസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 12 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവല് നമുക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു ലെവല് നമ്മൾ ആദ്യം നോക്കി, അതിനുശേഷം മേ ബി ഈ ഒരു ലെവല് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, 12നെ വിസിറ്റ് ചെയ്യും. അതിനുശേഷം 12നെ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആ 12നെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് വിസിറ്റഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു 12നെ നമ്മൾ അഗെയിൻ DQ ചെയ്യും. നെക്സ്റ്റ് അതിന് സിമിലർ അടുത്തുള്ളത് ഏതാന്ന് നോക്കും. അടുത്തുള്ളത് 23 ആണ്. അപ്പോൾ ആ 23നെ എന്ത് ചെയ്യും, ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യും. അതിനെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ DQ ചെയ്യും. എന്നിട്ട് അതിന് നെക്സ്റ്റ് സിമിലർ ആയിട്ടുള്ള ഏതാന്ന് നോക്കും. അപ്പോൾ 25 ആണ്. അപ്പോൾ ആ 25നെ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം അത് വിസിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യും, DQ ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യും, 5 എന്നുള്ള എലമെൻ്റ് ആണ്. നെക്സ്റ്റ് ബാക്ക് ട്രാക്ക് ചെയ്ത് പോകും. ഇത് ബാക്ക് ട്രാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് എഗെയിൻ എന്താണ് 5 ആണ് വരുന്നത്, പിന്നെ 3 ആണ് വരുന്നത്. അപ്പോൾ 5ലോട്ട് അടുത്ത നെക്സ്റ്റ് വേർട്ടെക്സ് എന്തായിരിക്കും, 5 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാകുക. അതിനുശേഷം 3. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതാക്കുക. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത് 12, 23, 25, 5, 3 ഈ ഒരു ഫോമാറ്റിലായിരിക്കും ചെയ്യുന്നത് നമ്മളിവിടെ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്റ്റെപ്പ് 1, ഇനീഷ്യലൈസ് ദ NTQ ക്യൂ, ഇനീഷ്യലൈസ് വിസിറ്റഡ് അറേ ടു മാർക്ക് വിസിറ്റഡ് വെർട്ടിസസ്. ഒരു വിസിറ്റഡ് അറേ എന്ന് പറഞ്ഞിട്ടൊരു അറേ ഇനീഷ്യലൈസ് ചെയ്യുക. NQ സ്റ്റാർട്ട് വേർട്ടെക്സ് ഇൻടു ക്യൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ക്യൂവിലുള്ള വാല്യൂസിനൊക്കെ എന്ത് ചെയ്യും, NQ ചെയ്ത് കൊടുക്കും. അതിനുശേഷം മാർക്ക് സ്റ്റാർട്ട് വേർട്ടെക്സ് ആസ് വിസിറ്റഡ്, സ്റ്റാർട്ട് ചെയ്ത വേർട്ടെക്സിനെ വിസിറ്റഡ് ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ക്യൂ എംപ്റ്റി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, V = DQ. ക്യൂവിലുള്ളത് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, DQ ചെയ്യും. അതിനുശേഷം അതിനെ പ്രിന്റ് ചെയ്യും. ഫോർ ഈച്ച് നൈബർ ഓഫ് U of V, ഓരോ നൈബറിനും എന്ത് ചെയ്യും, ഇഫ് ഇറ്റ് ഈസ് നോട്ട് വിസിറ്റഡ് നമ്മൾ NQ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, മാർക്ക് ആസ് വിസിറ്റഡ് ആവും. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എഗെയിൻ നമ്മൾ DQ ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് 5 എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കും.